ചൈന ഏത് നിമിഷവും ആക്രമിച്ചേക്കാമെന്നുള്ള ഭയം കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് തായ്വാനുള്ളത്. ആ തായ്വാനെ സുരക്ഷിതമാക്കാൻ ഇപ്പോൾ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നു. $10 ബില്യൺ ആയുധങ്ങളാണ് തായ്വാനിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ തായ്വാനെ ചൊല്ലി ചൈനയും ജപ്പാനുമായി സംഘർഷാവസ്ഥയിലാണ്. ചൈനയും ദക്ഷിണ കൊറിയയുമായി സംഘർഷാവസ്ഥയിലാണ്. ഇതിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാനൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽപ്പെടുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഇവരെ രക്ഷിച്ചേ കഴിയൂ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ തായ്വാൻ എത്തിക്കുന്നു. ഉക്രൈന് റഷ്യയെ അടിക്കുവാനായി നൽകിയ മിസൈൽ അടക്കമാണ് ഇപ്പോൾ തായ്വാൻ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വെളിവായിട്ടില്ല. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 അമേരിക്കൻ നേതാവ് നാൻസി പെലോസിയും സംഘവും ഈ തായ്വാൻ സന്ദർശിച്ചിരുന്നു. അവർ സന്ദർശിച്ച് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ അവരുടെ വിമാനത്തിന് ചുറ്റും ചൈനീസ് യുദ്ധവിമാനങ്ങൾ പറത്തിയാണ് ചൈന തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആയുധം തായ്വാനിലേക്ക് എത്തുമ്പോൾ അടി ഉടൻ ഉണ്ടാകുമോ അതോ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കാരണം 2027 മുമ്പ് തായ്വാൻ പ്രവിശ്യ തങ്ങളുടെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷീ ജിൻപിങ് ചൈനയിൽ അധികാരം ഏറ്റെടുത്ത്. അദ്ദേഹത്തിന്റെ അധികാര കാലാവധി 2027 ആകുമ്പോഴേക്കും അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഇത് സംഭവിച്ചിരിക്കും. അതിനുള്ള നീക്കങ്ങൾ ചൈന കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്നു. തായ്വാനെ ചുറ്റിപ്പറ്റി യുദ്ധവിമാനങ്ങൾ നീക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ജപ്പാന് നേർക്കും അവർ യുദ്ധവിമാനങ്ങളും മറ്റും അയച്ചു. അവിടേക്ക് റഷ്യ അവരുടെ വലിയ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ചു. അങ്ങനെ വല്ലാത്തൊരു യുദ്ധാന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ന്യൂസ് ഡെസ്ക്.